മുഖം എപ്പോഴും നല്ല രീതിയിൽ തിളങ്ങണം, നല്ല ഒരു നറിഷ്ഡ് ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കണം, വരൾച്ചയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല എന്നാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസാക്കാൻ പറ്റുന്ന ഒരു അത്യുഗ്രൻ ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. ഇത് വളരെ സിമ്പിളാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് നമ്മുടെ റൈസാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്താലാണ് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുക, ഇതൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പാക്കരുത്, മുഴുവൻ വീഡിയോയും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും യൂസാക്കാൻ പറ്റുന്നതാണ്. ഒരു 18 വയസ്സ് മുതൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു പാക്ക് യൂസാക്കാം. അത്രയും നന്നായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും പ്രായമുള്ളവർക്ക് പോലും പ്രായം കുറച്ച് തോന്നിക്കാനും ആൻറ്റി ഏജിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി പാക്കാണ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയുന്നുണ്ട്, വീഡിയോ സ്കിപ്പാക്കാണ്ട് മുഴുവനും കണ്ടു നോക്കുക. ഒപ്പം തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാക്കാം. ആദ്യം തന്നെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. സ്കിൻ കെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കുക. ഓൾറെഡി പുറത്തൊക്കെ പോയി ഡേർട്ട് പൊല്യൂഷനൊക്കെ ഉണ്ടായിട്ട് മുഖം അഴുക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് നിങ്ങൾ എന്താണോ യൂസ് ആക്കുന്നത് അത് വെച്ച് മുഖം കഴുകുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്കിവിടെ ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ അരി കുതിർത്ത് പച്ചരി കുതിർത്തിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല വറുത്ത അരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പാക്ക് പ്രിപ്പയർ ചെയ്ത് ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ നന്നായിട്ട് സോക്ക് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതൊരു അരിപ്പൊടി എടുത്താലും നല്ല ഫൈൻ പേസ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. വീട്ടിൽ പൊടിച്ചെടുത്തതാണെങ്കിലും പുറത്തുനിന്ന് മേടിച്ചതാണെങ്കിലും നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ ഫൈനായിട്ട് പൊടിച്ചെടുത്താണെന്ന് ഉറപ്പ് വരുത്തുക. പുട്ടിനും പത്തിരിക്കൊക്കെ പൊടിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതുപോലെ നല്ല ഫൈൻ പൗഡറാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ നല്ലൊരു ബൗളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പാല് തന്നെ യൂസ് ആക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പാല് സെറ്റ് ആവത്തില്ലെങ്കിൽ തൈര് യൂസ് ആക്കാം. പാല് അല്ലെങ്കിൽ തൈര് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. പാല് ചേർത്ത് കൊടുക്കുമ്പം ഒരല്പം കൂടിയിരുന്നോട്ടെ, കുഴപ്പമില്ല. ആദ്യമേ ഒരുപാട് വേണ്ട, എന്നാലും കുറച്ചായിട്ട് ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. കാര്യം ഈ അരിപ്പൊടി കുറച്ചധികം വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഇത് കുതിർന്ന് വരുമ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് പാല് കുറച്ചതങ്ങ് വലിച്ചെടുക്കുന്നത് കൊണ്ട് ഒരല്പം ഒരു പൊടിക്ക് കുറച്ച് പാല് കൂടുതലായിരുന്നാലും ഒരു പ്രശ്നമില്ല. ഭയങ്കര ഡ്രൈ ആവരുത് പാക്ക്. ഡ്രൈ ആയിട്ടാണുള്ളതെങ്കിൽ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ എടുക്കാൻ എളുപ്പത്തിന് പതഞ്ജലിയുടെ പാക്കറ്റിൽ കിട്ടുന്ന അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ യൂസ് ആക്കുമ്പോൾ നാച്ചുറൽ അലോവേര ജെല്ല് പറ്റുന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കുക. അത് നിങ്ങൾക്ക് ഒട്ടും സെറ്റ് ആവത്തില്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പാക്കറ്റിൽ വാങ്ങുന്ന ഏതെങ്കിലും ഒരു അലോവേര ജെല്ല് യൂസ് ആക്കുക. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാനിതിലോട്ട് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ അലോവേര ജെല്ലും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. അലോവേര ജെല്ല് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ പാക്ക് ലൂസാവും. ആ ഒരിത് മനസ്സിൽ കണക്ക് വെച്ചിട്ട് വേണം മിക്സ് ആക്കാനായിട്ട്. ഇത് ഇങ്ങനെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇങ്ങനെ തന്നെ 10-15 മിനിറ്റ് വെച്ചിരിക്കുക. എന്നിട്ട് വേണം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ പറയുക എന്താ വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് പ്രിപ്പയർ ആക്കുക. രാത്രി നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പ്രിപ്പയർ ആക്കുക. എന്നിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകി മേക്കപ്പൊക്കെ തുടച്ച് കളഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പാക്ക് ഇരുന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ല പാകത്തിനായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റ് ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഹാർഷായിട്ട് തോന്നും, പിന്നെ നമുക്ക് സ്കിന്നിന് സെറ്റ് ആവത്തില്ല, ഇറിറ്റേഷൻ ഉണ്ടാവും. ഇതൊന്നും ഉണ്ടാവാതെ എങ്ങനെയാണ് സ്കിന്നിൽ വെച്ച് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് നല്ല ലൂസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒത്തിരി ലൂസല്ല, എന്നാലും അത്യാവശ്യം ലൂസായിട്ട് കൺസിസ്റ്റൻസിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ആക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ചേർന്നങ്ങ് പോകണം, കട്ടിയായിരിക്കാനായിട്ട് പാടില്ല. ഇതുപോലെ ഒഴിക്കുന്ന കൺസിസ്റ്റൻസിയിൽ വേണം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇത് നമ്മൾ ആദ്യമേ തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട്
എന്നിട്ടാണ് കുറച്ച് നേരം റെസ്റ്റ് ആക്കാനായിട്ട് വെക്കുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഒരുപാട് അങ്ങനെ വാരി തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമുക്കത് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റില്ല, എല്ലാം കൂടെ താഴോട്ട് വീഴും. അതുകൊണ്ട് സ്ക്രബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ, നന്നായിട്ട് ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കാര്യം നമ്മളിതൊരു 15 മിനിറ്റ് വെച്ചിരുന്നിട്ട് അരിപ്പൊടി നല്ലോണം കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഫീലാകും. സോ ഇത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ആക്കേണ്ട കാര്യമില്ല. വെറും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, മാക്സിമം പോയാൽ 2 ദിവസമൊക്കെ ചെയ്തു കൊടുത്താലുണ്ടല്ലോ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ആ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആകുന്നതും കാണാൻ പറ്റും. അത്രയും നല്ലൊരു പാക്കാണ്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളല്ലേ, വെറും 3 ഇൻഗ്രീഡിയൻസ്. ഈ 3 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സ്കിപ്പാക്കരുത്. ഇത് നിങ്ങൾ 3ഉം ചേർത്ത് കൊടുക്കണം. ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് നാച്ചുറൽ അലോവേര ജെല്ല് യൂസ് ആക്കാം പാക്കറ്റിലുള്ളത് വാങ്ങുന്നതിന് പകരം. ഇനി നാച്ചുറൽ ഇല്ല എന്നുണ്ടെങ്കിൽ പാക്കറ്റിലുള്ളത് മേടിച്ച് യൂസ് ആക്കുക. ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സാക്കി ഇതുപോലെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. കാര്യം നല്ല സോഫ്റ്റാണ്. ഞാൻ തമ്പനെയിൽ എടുക്കാനുള്ള വെപ്രാളത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ എക്സ്പ്രഷനൊന്നും കാര്യമാക്കണ്ട. തമ്പനെയിൽ ഫോട്ടോ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്യില്ല കേട്ടോ. എൻ്റെ ഒരു കുഴപ്പം ഇതാണ്, വീഡിയോ ഒക്കെ എടുക്കും, ഫോട്ടോ ഒക്കെ എടുക്കും, പക്ഷേ ഞാനത് അപ്ലോഡ് ആക്കത്തില്ല. എനിക്ക് വേറെ ഐഡിയാസ് വരും എഡിറ്റ് ചെയ്യാൻ സമയമാകുമ്പോഴേക്കും. നമ്മുടെ ഈ ഒരു പാക്ക് ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 കൈയും വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട്. വളരെ പതിയാണ് ചെയ്യുന്നത്, ജെൻറ്റിലായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പതിയെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചുണ്ടിൻ്റെ ആ ഭാഗത്തൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും. വെറും ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ നമുക്ക് റെഗുലറായിട്ട് പാക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇതിന് മുന്നത്തെ വീഡിയോ ആയിട്ട് ഒരുപാട് പാക്സ് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആകാനും നറിഷ് ആകാനും നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം എന്താണോ അതിന് നല്ല ഒരു സൊല്യൂഷൻ അതിനകത്ത് ഉണ്ടാവും. അത്രയും അടിപൊളി പാക്സാണ്. അപ്പോൾ ഞാനിവിടെ ഇത് വെച്ച് നന്നായിട്ട് ചെവിയുടെ ഭാഗത്തും കണ്ണിൻ്റെ 2 സൈഡിലൊക്കെ ഉണ്ടല്ലോ അവിടെയും കവിളിലും ഒക്കെ മസാജ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ക്രബൊക്കെ വാങ്ങുന്നതിന് പകരം ഇത് യൂസ് ചെയ്താൽ മതി, നന്നായിട്ട് വർക്കാവും. അത്രമാത്രം റിസൾട്ടുള്ള പാക്കാണ്. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സ്ക്രബ് ചെയ്യുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് വാഷ് ചെയ്യരുത്. ഒന്ന് കഴുകുന്നതിന് മുന്നേ ആയിട്ട് ഒരു 10 മിനിറ്റ് മുഖത്ത് അങ്ങനെ വെച്ചിരിക്കുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുക. ഒരു 1 മിനിറ്റ് മാത്രമേ സ്ക്രബ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ടൈമർ വയ്ക്കുക ഫോണിൽ, ഒരേ 1 മിനിറ്റ് മാത്രം സ്ക്രബ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഫേസിൽ ഇതിങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ടിത് കഴുകി കളഞ്ഞാൽ മതി. സൂപ്പറാണ് കേട്ടോ. സ്കിന്നൊക്കെ ഗ്ലാസ് സ്കിൻ പോലെ തിളങ്ങും. അത്രമാത്രം റിസൾട്ട് ഉള്ളതാണ്. പിന്നെ എൻ്റെ ലിപ്സിൽ നിന്ന് ക്രാക്കൊന്നും ഇല്ലാതിരിക്കാൻ കാര്യം ഓൾറെഡി നമ്മുടെ ചാനലിൽ ലിപ് കെയറിൻ്റെ ഒരു അടിപൊളി വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. സൂപ്പറായിട്ടുണ്ട്. ലിപ്സ് ആർ ആക്ച്വലി ലിപ്പിംഗ് എന്ന് പറയൂലേ, അതുപോലെ തോന്നുകയാണ്. അത്രയും സൂപ്പർ നറിഷ്മെൻറ്റ് തരുന്ന ഒരു ലിപ് കെയർ റുട്ടീനാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോ. ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവും. ഞാൻ എന്നിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ആക്കാം. ഞാനിവിടെ അലോവേര ജെല്ല് തന്നെയാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഹെവി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലൊരു മസാജ് നമ്മൾ ഓൾറെഡി സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പാലൊക്കെ ചേർത്തതുകൊണ്ട് ഒട്ടും തന്നെ സ്കിന്ന് ഡ്രൈ ആക്കത്തില്ല. ഒട്ടും പേടിക്കാനില്ല. നല്ല സേഫ് ആയിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കും സ്ക്രബും ഒക്കെയാണ്. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 മിനിറ്റ് മാത്രമേ മസാജ് ചെയ്യാനായിട്ട് പാടുള്ളൂ. 10 മിനിറ്റ് വെച്ചിരുന്നിട്ട് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അടിപൊളി റിസൾട്ടും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ ലിപ് കെയറിൻ്റെ വീഡിയോ കൂടെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ അതല്ല പുതിയ വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. വീഡിയോസും അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.